ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നു എന്നും വിശ്വസിക്കേണ്ടതല്ലോ. ഇന്നു പകൽ ഈ വചനം കേൾക്കുന്ന നിങ്ങൾ, ഈ വചനം ദൈവത്തിൻ്റെ വായിൽ നിന്ന് പുറപ്പെട്ട വചനമാണെന്ന്, ഇത് സാക്ഷാൽ ദൈവവചനമാണെന്ന് വിശ്വസിച്ചാൽ, പ്രിയപ്പെട്ടവരെ, ഈ വചന കേൾവിക്കൊരു ശക്തിയുണ്ട്. ദൈവത്തിൻ്റെ അടുക്കലാണ് നിങ്ങൾ വന്നിരിക്കുന്നത് എന്ന ഒരു തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടായാൽ, പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഈ വചന കേൾവി കഴിഞ്ഞ് മടങ്ങുമ്പോൾ നിശ്ചയമായും ഒരു പ്രതിഫലം നിങ്ങൾ പ്രാപിച്ചിരിക്കും. ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ടെന്ന് വിശ്വസിക്കണം. തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നു എന്ന് വിശ്വസിക്കേണ്ടതല്ലോ. പ്രിയപ്പെട്ടവരെ, ദൈവം പ്രതിഫലം നൽകുന്നവനാണ്. ദൈവത്തിൻ്റെ അടുക്കൽ വന്ന നിങ്ങളെ അവൻ വെറും കൈയോടെ മടക്കി അയക്കുന്ന ദൈവമല്ല, പ്രതിഫലം നൽകുന്ന ദൈവമാണ്. ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവർക്ക് വിശ്വാസം നിർബന്ധമായി ഉണ്ടായിരിക്കണം. ദൈവം പ്രവർത്തിക്കും, ദൈവം സഹായിക്കും, ദൈവം കരുണ കാണിക്കും, ദൈവം സൗഖ്യമാക്കുമെന്ന വിശ്വാസം. യേശു കർത്താവ് പട്ടണത്തിൽ വന്നിരിക്കുന്നു എന്ന വാർത്ത കേട്ടപ്പോൾ 12 വർഷമായി രക്തസ്രാവമുള്ള സ്ത്രീ തൻ്റെ സമ്പത്ത് മുഴുവൻ ചെലവഴിച്ച് ഏറിയ വൈദ്യന്മാരുടെ അടുക്കൽ പോയിട്ടു സൗഖ്യം വരാതിരുന്ന സ്ത്രീ, ഏറ്റവും പരവശയായിരുന്ന സ്ത്രീ, യേശു വന്നിരിക്കുന്നു എന്ന് കേട്ടപ്പോൾ, യേശുവിനെ കുറിച്ച് കേട്ടപ്പോൾ, യേശുവിൻ്റെ അടുക്കൽ വിടുതലുണ്ടെന്ന് കേട്ടപ്പോൾ, അവൾ തന്നോട് തന്നെ പറഞ്ഞു, ഇന്ന് ഞാൻ രക്ഷപ്പെടും, ഇന്ന് ഞാൻ രക്ഷപ്പെടും, ഞാൻ അവൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലിലെങ്കിലും തൊടും, എനിക്കിന്ന് വിടുതലുണ്ട്, ഇന്നെൻ്റെ വിടുതലിൻ്റെ ദിവസമാണ്. പ്രിയപ്പെട്ടവരെ, വിശ്വാസം പ്രവൃത്തിയായി പരിണമിച്ചു. പ്രവൃത്തിയിൽ വിശ്വാസം വ്യാപരിച്ചു. പ്രവൃത്തിയാൽ വിശ്വാസം പൂർണ്ണമായി. അവൾ വിശ്വസിച്ചു, ഇന്നെനിക്കൊരു വിടുതലുണ്ട്. വിശ്വാസത്തോടെ വന്ന് ആ വസ്ത്രത്തിൽ തൊടുകയാണ്. പെട്ടെന്ന് ശക്തി പുറപ്പെട്ടു. അവളുടെ രക്തസ്രവം നിന്നു. ക്ഷണത്തിൽ വിടുതലുണ്ടായി. ഇവിടെ അങ്ങനെ ഒരു വിടുതൽ നിങ്ങൾക്കുണ്ടാകും. നിങ്ങൾ വിശ്വാസത്തോടെ വചനത്തെ സ്വീകരിച്ചാൽ, നിങ്ങൾക്ക് വേണ്ടി പുറപ്പെട്ട വചനത്തെ നിങ്ങൾ വിശ്വസിച്ചാൽ, ഇന്ന് പകലൊരു അത്ഭുതം നടക്കുമെന്ന് നിങ്ങൾ വിശ്വസിച്ചാൽ, എൻ്റെ ഹൃദയം എൻ്റെ യേശു കാണുന്നുണ്ട്, എൻ്റെ പ്രാർത്ഥന എൻ്റെ ദൈവം കേൾക്കുന്നുണ്ട്, എൻ്റെ യേശുവിൻ്റെ അടുക്കൽ വന്ന എനിക്ക് ഇന്നൊരു വിടുതലുണ്ടെന്ന് വിശ്വസിച്ചാൽ, പ്രിയപ്പെട്ടവരെ, നിങ്ങൾ നിശ്ചയമായും അത് കാണും. നിങ്ങളത് അനുഭവിക്കും. നിങ്ങളൊരു സാക്ഷിയായി പുറത്തു വരും. വിശ്വസിക്കുക. ദൈവം നിങ്ങളെ നിരാശപ്പെടുത്തുകയില്ല. ഇത് വിടുതലിൻ്റെ സമയമാണ്. അസാധ്യങ്ങൾ സാധ്യമാകുന്ന സമയമാണ്. ദൈവം നിങ്ങൾക്ക് വേണ്ടി അസാധ്യതകളുടെ നടുവിൽ വാതിലുകളെ തുറക്കുന്ന സമയമാണ്. വിശ്വാസത്തോടെ ദൈവവചനത്തെ സ്വീകരിക്കാം. യേശുക്രിസ്തു സൗഖ്യമാക്കുന്ന ദൈവം, യേശുക്രിസ്തു രക്ഷിക്കുന്ന ദൈവം, യേശുക്രിസ്തു വിടുവിക്കുന്ന ദൈവം. വചനത്തോട് പ്രതികരിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെയും പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.